റോയ് ചായ ഒരു പരിപാടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം നടക്കുമ്പോഴോ ആ ഫോട്ടോയിലേക്ക് വരാനുള്ള കോൺഗ്രസ്സുകാരുടെ തള്ളിക്കയറ്റം, അത് നേതാക്കളും അതെ അണികളും അല്ലേ, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഈ പല നേതാക്കളും കാണിക്കുന്ന കോപ്രായത്തില് വീക്ഷണത്തിന് പോലും ഒരു പുച്ഛമാണ് തോന്നുന്നത്. ഇനിയെങ്കിൽ എന്നായിരിക്കും ഇവർ ഇത് തിരുത്തുക? അല്ല, ഇത് ഇവിടെ മാത്രമുള്ള ഇത് പ്രതിഭാസമല്ല. ഇത് AICC മുതൽ താഴെ ബൂത്ത് കമ്മിറ്റി വരെ ഈ തള്ളാണ്. ജോലി എടുക്കുന്നതിന് പകരം ക്യാമറയിൽ വരാൻ വേണ്ടി, ഫോട്ടോയിലും ഒക്കെ വരാൻ വേണ്ടിയുള്ള തള്ളാണ് ഈ നടക്കുന്നത്. അതൊരുതരം അശ്ലീലമാണെന്ന ഒരു ബോധ്യം പോലും കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെ കൊണ്ടും ഒടുവിൽ പാർട്ടി പത്രത്തിന് പോലും അങ്ങനെ എഴുതേണ്ടി വരും. ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഈ മാസം 12-ാം തീയതി കോഴിക്കോട് DCCയുടെ പുതുക്കിയ ബിൽഡിങ്ങിൻ്റെ, കരുണാകരൻ മെമ്മോറിയൽ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അത് ഉദ്ഘാടനം നിർവഹിച്ചത് AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലായിരുന്നു. പിന്നീട് KPCC പ്രസിഡന്റ് മുതൽ ഉള്ള മുൻനിര നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും KPCCയുടെ മുതിർന്ന നേതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാട മുറിച്ച് ഈ ഓഫീസിനകത്തേക്ക് കയറുന്ന ചടങ്ങിൻ്റെ ഇടയിലാണ് ഈ നേതാക്കന്മാരുടെ ഈ തമ്മിലടി. ഓരോരുത്തർ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് തള്ളിക്കയറുന്നു. ഇപ്പോൾ പഴയ കാലമല്ല, പണ്ട് ഈ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് വീഡിയോ ഉണ്ട്, ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ കാണുകയാണ്. ഈ മുതിർന്ന നേതാക്കന്മാർ, വലിയ പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, മന്ത്രിമാരായിരുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർ കിടന്നാണ് കൊച്ചു പിള്ളേരെ പോലെ, KSUക്കാർ പിള്ളേരൊക്കെ ഒരു പടം വരാൻ വേണ്ടി തള്ളുന്നതിനേക്കാട്ടിൽ അതൊരു അശ്ലീലമായ കാഴ്ചയാണ്. അത് ഇതുവരെ പോലും ഇത് എത്ര പറഞ്ഞാലും ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവത്തില്ല. അവർ നടത്തുന്ന പരിപാടികൾക്ക് തന്നെ ഒരു അടുക്കും ചിട്ടയും ഒരു അച്ചടക്കവും ഒന്നുമില്ലാതെ തള്ളിക്കയറുക. അതായത് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെയാണ് ഈ തള്ളുന്നത്. ഇത് ജനങ്ങൾ കാണുമെന്നോ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തുമെന്നോ ഒന്നുമുള്ളൊരു ബോധം ഈ കാലം അത്രയും ഉണ്ടായിട്ട് അറിയത്തില്ല. എത്രയോ പരിപാടികൾ ഇവർ നടത്തുന്നു. ഏത് പരിപാടി നടത്തിയാലും ഇതേപോലുള്ള കാഴ്ചകളാണ് എപ്പോഴും കാണുന്നത്. അപ്പം സ്വന്തം പാർട്ടി പത്രത്തിന് പോലും അതൊരു മോശം പ്രവണതയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇന്നത്തെ പത്രത്തിൻ്റെ ഈ ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടതെന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കും. പുച്ഛിച്ചും വിമർശിച്ചുമാണ് ആ ലേഖനം മൊത്തം. അത് ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനെ ഈ ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി മാറിക്കഴിയുമ്പോൾ അത് കാണുന്നവർക്ക്, ഇത് ലജ്ജ ഒരു മോശം വികാരമൊന്നുമല്ല, നല്ല വികാരമാണ്. കാരണം മനുഷ്യനെ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളായാലും അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നതിനെക്കുറിച്ചൊരു സ്വയം ലജ്ജ തോന്നേണ്ടതാണ്. ആ ലജ്ജ തോന്നുന്നില്ല എന്ന് ഇവർക്ക് തോന്നാത്തത് കൊണ്ടാണ് സ്വന്തം പാർട്ടി പത്രത്തിനകത്ത് ഇങ്ങനൊരു എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നത്. അതിനെക്കുറിച്ച് ഇനിയെങ്കിലും ഈ പാർട്ടി പരിപാടികൾക്ക് ഈ 1000 പേരെ സ്റ്റേജിൽ കുത്തിക്കയറ്റി സ്റ്റേജ് ഇടിച്ചുകൊണ്ട് വീഴുന്ന പരിപാടികൾക്ക് സ്ഥിരം കാണുന്നതാണ്. അതിനകത്ത് നമുക്ക് വ്യത്യാസം വരണ്ടേ? നിങ്ങൾ ഇതേപോലെ ഒരു പാർട്ടിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ ആരൊക്കെയാണ് ഫ്രണ്ടിൽ, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാവുന്നതാണല്ലോ. ആരൊക്കെ വരും, ഇപ്പോൾ ചങ്കട്, അതിനനുസരിച്ച് കിടന്ന് തള്ളാതിരിക്കുക, അതിനെ മാറ്റി നിർത്തുക. ഇതൊന്നുമില്ല. ഒരു സ്റ്റേജിലാണ് 1000 എണ്ണം കൂടെ കയറിയിരിക്കുക. പാർട്ടിയുടെ ഒരു പരിപാടിക്കും കാണാത്തവരോ പാർട്ടിക്ക് വേണ്ടി ഒരു പണിയും ചെയ്യാത്തവരാണ് ഈ വേദിക്കകത്ത് കയറി കുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, വളരെ രസകരമായ രീതിയിൽ, അവർക്ക് തന്നെ ലജ്ജ തോന്നുന്ന രീതിയിലാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുമ്പ് വൻ ജനബാഹുല്യം അണിചേർന്ന പല സമരമുഖങ്ങളിലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് നാം മറന്നു പോകരുത്. പാർട്ടിക്ക് ഉണ്ടായിരുന്നൊരു കൾച്ചർ വീണ്ടെടുക്കണമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യം കൊണ്ട്, പൊതുജന മധ്യത്തിൽ പരിപാടികളുടെ ഗൗരവവും അന്തസ്സും സംഘാടകരുടെ അധ്വാനവും ത്യാഗവും വിസ്മൃതിയിലാക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുകയില്ല. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും ഒരു പൊതു മാനദണ്ഡവും പ്രവർത്തന രീതിയും പിന്തുടരേണ്ട സമയം അതിക്രമിച്ചു. ഇതാരോടാണ് പറയുന്നത്? AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ, AICC സംഘടനാ സെക്രട്ടറി, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം കൂടി ഉൾപ്പെടുന്ന സമൂഹമാണ് ഈ വൃത്തികേട് കാണിക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ച് നാളെ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരാവേണ്ടതും ഇന്ത്യയിലെ വലിയ നേതാക്കന്മാരും ഒക്കെ ആവേണ്ടി വരുന്നവരെ കുറിച്ചാണ് ജനത്തിന് ഈ മതിപ്പില്ലാതെ പോകുന്നു എന്നുള്ളതൊരു ഭയം കൊണ്ടാണ് പാർട്ടി പത്രത്തിന് പോലും ഇത്തരത്തിൽ എഴുതേണ്ടി വന്നത്. കാരണം ഈ ദിവസങ്ങളിൽ കേരളത്തിൽ ഇറങ്ങിയ സകല ട്രോളുകളും ഈ 6-7 നേതാക്കന്മാരുടെ ഈ വൃത്തികേടിനെ കുറിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിതിനെക്കുറിച്ചൊരു ഒരു കുറ്റബോധം പോലും തോന്നുന്നില്ല. ആരെങ്കിലും 2 പേരെങ്കിലും പറയണ്ടേ കാണിച്ചത് തെറ്റായിപ്പോയി. അത് മുരളീധരൻ മാത്രമാണ് പറഞ്ഞത്. മുരളീധരൻ ഭാഗ്യത്തിന് പങ്കെടുത്തില്ല, അതുകൊണ്ട് അസുഖമായി കിടക്കുകയാണ്, അദ്ദേഹം പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം ഒരു മുതിർന്ന നേതാക്കൾ പോലും ഈ കാണിച്ചത് വൃത്തികേടാണെന്നോ ആ പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ ഈ പടത്തിന് വേണ്ടി തള്ളരുതെന്നോ പറയാനുള്ള ആർജവം ഒരു നേതാവ് പോലും കാണിച്ചില്ല. ഈ സംഘടനാ സെക്രട്ടറി ഉണ്ടായിരുന്നു, KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. അവർക്ക് പോലും സ്വയം അച്ചടക്കമില്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടത്. കിടന്ന് തള്ളുകയാണ് ഇതിനു വേണ്ടി. അപ്പം അത്
അതിനെക്കുറിച്ചൊരു വീണ്ടും വിചാരം എങ്കിലും ഉണ്ടായാൽ കൊള്ളാം, പ്രോട്ടോകോൾ ഉണ്ടായാൽ കൊള്ളാം. ഇതിപ്പോ പറയുന്നുണ്ട്, ഇപ്പൊ ഈ ഒരു ട്രോളും വിമർശനവും ഒക്കെ വന്നപ്പോ ഒരു മാർഗരേഖ വേണം, എങ്ങനെയാണ് പരിപാടി നടത്തുന്നുള്ള ഒരു മാർഗരേഖ, അത് സേവാദൾ നിയന്ത്രിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നടക്കാവുന്ന കാര്യം കാരണം അങ്ങനെയാണ് ഇതിന്റെ. കാരണം അച്ചടക്കം നടപ്പിലാക്കണമെങ്കിൽ ആരാണ്? നേതാവ് തന്നെ അച്ചടക്കം കാണിക്കണം. കൃത്യസമയത്ത് പരിപാടി തുടങ്ങുക, കൃത്യസമയത്ത് അത് നടപ്പിലാക്കുക. ഇതൊന്നുമില്ലല്ലോ. നമ്മളിവിടെ കണ്ടിട്ടില്ല. KPCC ആഫീസിനകത്ത് നേതാക്കന്മാരുടെ ചരമ ദിനം ആചരണവും ജന്മദിനാചരണവും കാണുന്നത്. ആദ്യം ചെയ്യുന്നത് എന്താണ്? നിലവിളക്കിന്റെ അടുത്തിരിക്കുന്നവർ ആ തീപ്പെട്ടി എടുത്തുകൊണ്ട് ഓടും, എന്നിട്ട് പണം വരാൻ വേണ്ടി ഇടിച്ചു കയറി വരും. ഇതാണ് ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന വൃത്തികെട്ട ഒരു സമീപനം എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മാറേണ്ട കാലം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഈ ആധുനിക കാലത്ത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാർ തന്നെയാണ് ഈ പടമെടുത്ത് പുറത്തേക്ക് തള്ളുന്നത്. അതുപോലും ആലോചിക്കത്തുമില്ല. അതുപോലും പിന്നെ മാറ്റണമെന്നോ ആ തരത്തിലൊന്നും. ഇനി എന്ത് പ്രോട്ടോക്കോൾ ഉണ്ടാക്കാനാണ്? ഈ 70-ഉം 60-ഉം വയസ്സായിരിക്കുന്നവരെ ഇനി എങ്ങനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റും? മര്യാദ പഠിക്കത്തില്ല. അവർ തന്നെ സ്വയം അച്ചടക്കം എന്ന് പറയുന്നത് ഇല്ല. അച്ചടക്കമില്ലാത്തതുകൊണ്ടാണ് ഇത് പുറത്ത് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് പൊതുജനം ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? നിങ്ങൾ തന്നെയാണ്. കാണ്ടാമൃഗത്തിൻ്റെ തൊലി പോലും, കാണ്ടാമൃഗം പോലും നാണം കെട്ടു പോകുന്ന രീതിയിലാണ് ഈ പെരുമാറ്റം, പൊതു സമൂഹത്തിലുള്ള പെരുമാറ്റം. അവമതിപ്പെന്ന് പറയുന്നത് സ്വയം തോന്നേണ്ടതാണ്. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? പൊതുജനങ്ങൾ നമ്മളെ എങ്ങനെ വിലയിരുത്തി? നേതാക്കന്മാർക്കാണല്ലോ തോന്നുന്നത്. അവരാണല്ലോ മാതൃക കാണിക്കേണ്ടത്. അവരാണ് ഈ തലയിട്ടുകൊണ്ട് തള്ളി ഇടിച്ചു കയറാനായിട്ട് തുടങ്ങുന്നത്. ഈ മാധ്യമങ്ങളിൽ പടം വരാനും ചാനലുകളിൽ ദൃശ്യങ്ങൾ വരാനും വേണ്ടിയുള്ള ഒരുതരം ആക്രാന്തമാണ്. ആ ആക്രാന്തത്തിലാണ് സ്വയം ഒരു ഇത് കൽപ്പിക്കേണ്ടത്. നിങ്ങൾ ഗാന്ധിജിയുടെ പിന്മുറക്കാരാണെന്ന് പറഞ്ഞു. ഗാന്ധി ജീവിതത്തിൽ കാണിച്ച അച്ചടക്കം, പാർട്ടി പരിപാടികളിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വേണ്ടേ? എത്രയോ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ, പ്രവർത്തകരായിട്ടുള്ളവർ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ നേതാക്കന്മാരായത്. അതൊന്നും ഓർക്കാതാണ് ഈ കടന്ന് ഒരു 10 സെക്കൻഡ് നേരത്തെ ഈ വിഷ്വലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പത്രത്തിൽ വരുന്ന 1-ാം പേജ് പടത്തിന് വേണ്ടിയൊക്കെയുള്ള ആടി കൂടുന്നത്. അതാ ഏറ്റവും സങ്കടകരമായൊരു കാഴ്ച കണ്ടത്. ആ DCC പ്രസിഡന്റ്, അയാൾ മെനക്കെട്ടിട്ടാണ് ഈ പാർട്ടിയുടെ ഈ ബിൽഡിംഗ് ഇത്രയും ഉണ്ടാക്കിയെടുത്ത്. ആ പാവത്തിനെ ആ ചിത്രത്തിലേ ഇല്ല. അതിനെ ഇടിച്ച് വെളിയിൽ കളഞ്ഞാണ് കണ്ടത്. KPCC പ്രസിഡന്റ് പുറകില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്ന പോലെ ഈ ചില ഈ വാതിലിനകത്തൂടെ, ഗേറ്റിനകത്തൂടെ ഒക്കെ പട്ടി തലയിട്ട് അകത്തേക്ക് കയറുന്ന ആ പ്രവണതയിലാണ് തലയിട്ട് പൊങ്ങാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ജനം കാണുന്നുണ്ടെന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? ക്യാമറകൾ ഇത്ര 100 കണക്കിന് ക്യാമറകളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. ഈ 23-ാം തീയതി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസുണ്ട്. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ക്ലാസ് എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അല്ല, അതുകൊണ്ടൊന്നും ഇവർ മര്യാദ പഠിക്കത്തില്ല. കാരണം ഇത് ഇങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഒരു കാരണം അത് അച്ചടക്കം ഉണ്ടാക്കണമെങ്കിൽ ആ നേതാക്കന്മാർക്ക് അച്ചടക്കം വേണം. ആ നേതാക്കന്മാർക്ക് അച്ചടക്കം ഇല്ലാത്തതുകൊണ്ടാണ് അണികൾ ഇങ്ങനെ ആയിപ്പോയത്. 2 തവണ 2 മീറ്റിംഗ് വൃത്തിയായി നടത്തിയാൽ 3-ാമത്തെ മീറ്റിംഗ് അതുപോലെ വൃത്തിയായി പോയിക്കോളൂ. അതില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഇവർക്കാർക്ക് തോന്നുന്നില്ല. അത് സ്വയം അല്ലേ തിരുത്തേണ്ടത്. ആ തിരുത്തലിന് ഉണ്ടാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ലജ്ജ എന്ന് പറയുന്നൊരു വികാരം ഇവർക്ക് ഈ പടം എടുക്കുന്നതിന് മുമ്പ് വന്ന് ഈ കാണിക്കുന്ന നാണംകെട്ട പരിപാടി അവസാനിപ്പിക്കണമെന്ന് അവർക്ക് അവനവന് തോന്നണ്ടേ? ഞാൻ ഇതിൻ്റെ ഇടയിൽ തള്ളാൻ പോകുന്നില്ല, ഞാൻ മാറി നിൽക്കുക. എന്തിനാണ് ഒരു 10 സെക്കൻഡ് നാണം ഉറുക്കുന്നിടത്ത് നേതാവിൻ്റെ കീഴിലോട്ട് എല്ലാവരും കയറി നിൽക്കണമെന്ന് എന്താ എത്തുന്നത്? ഇത് മാത്രമാണ് പലരുടെയും രാഷ്ട്രീയ പ്രവർത്തനം. ഈ വന്ന് തള്ളുക, അതന്നെ മാധ്യമങ്ങളെ സംസാരിക്കുമ്പോൾ അതിന്റെ പുറകിൽ വന്നിരിക്കാൻ ഇവിടെ തന്നെ നമ്മൾ പല നേതാക്കന്മാരുടെ കണ്ടു. കൂലിക്ക് ആളെ ഇറക്കിയിട്ടാണ് മാധ്യമങ്ങളുടെ മുമ്പ് വൈകിട്ട് സംസാരിക്കാനായിട്ട് വൈറ്റ് കൊടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കുഴപ്പം. നിങ്ങൾക്ക് അവനവൻ്റെ കഴിവിനെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുകയും ഇപ്പോൾ എന്താണ് ഈ പാർട്ടി പരിപാടിക്ക് അതൊക്കെ തല കാണിച്ചില്ല എന്തെങ്കിലും കുഴപ്പം വരാവുന്നത്? മാറിയിരിക്കണം. ക്ഷണിക്കപാത്രത്തിൽ തള്ളിക്കയറി പോകേണ്ട കാര്യമില്ലല്ലോ. അത് സ്വയം അച്ചടക്കം എന്ന് പറയുന്നത് മാതൃകയില്ല. ഒരു മാതൃകയില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിലോട്ട് കിടന്ന് തള്ളുന്നത്. DCC പ്രസിഡന്റ് തള്ളിവെളി കളയുന്നു, KPCC പ്രസിഡന്റിനെ തള്ളിവെളി കളയുന്നു. നേതാക്കന്മാരുടെ പൊസിഷൻ എന്താണെന്ന് പോലും ഇവർക്കൊരു നിശ്ചയമില്ല. അതുകൊണ്ടാണല്ലോ KPCC പ്രസിഡന്റിനെ തള്ളി മൂലക്കിടുകയും മറ്റേ DCC പ്രസിഡന്റിനെ തൊഴിച്ചെടുത്ത് പറമ്പിന് വെളിയിലേക്ക് എടുത്ത് എറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൾച്ചർ മാറ്റണമെന്ന് അവർക്ക് തോന്നണം. അല്ലാതെ വീക്ഷണം എഡിറ്റോറിയൽ എഴുതുകൊണ്ട് മാത്രം കോൺഗ്രസ്സുകാർ നന്നാവുന്നില്ലല്ലോ. അത് സ്വയം നന്നാവാൻ വേണ്ടിയുള്ള ഇനിയെങ്കിലും അവർ തന്നെ തീരുമാനിക്കട്ടെ. അത് സുഖചികിത്സയെ മാത്രമല്ല, നല്ല അടിയുടെ കൊടുക്കുന്ന ചികിത്സ നടത്തിയാൽ ഈ നേതാക്കൾ മര്യാദയാവത്തുള്ളൂ. അതിനവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്കാണ് പരിവർത്തനം ഉണ്ടാവേണ്ടത്. പരിവർത്തനം ഉണ്ടാവാത്ത കാലത്തോളം ഇങ്ങനെ ജനങ്ങൾ ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തും. അച്ചടക്കമില്ലാത്ത ഒരു നേതൃത്വത്തെ അംഗീകരിക്കാൻ പുതിയ തലമുറ തയ്യാറാവത്തില്ല. കാരണം ഇത് ആൾക്കാരുടെ മുമ്പിൽ പരിഹാസ്യരാകുകയാണ് എല്ലാ ദിവസവും. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയുടെ റീച്ച് എന്ന് പറയുന്നത് ലോകം മുഴുവൻ പോകുന്നതാണ്.
മലയാളി ഉള്ളിടത്തെല്ലാം ഇത് കാണുകയാണ്. അല്ലെങ്കിൽ തന്നെ കണ്ടാൽ ഇത് മനസ്സിലാവുമല്ലോ നേതാക്കന്മാർ ഇങ്ങനെ തള്ളുന്നു എന്ന്. അപ്പോൾ അതാണ് ഈ ദിവസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ട്രോള് ഉള്ളതും ഏറ്റവും ഹാസ്യ പരിപാടികൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും ഈ കോൺഗ്രസ്സുകാരുടെ ഈ കലാപരിപാടിക്കായിരുന്നു.